സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി യുവ കഥാകൃത്ത് മാതൃഭൂമി ന്യൂസിലൂടെ രംഗത്ത് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരി നമ്മോടൊപ്പം തുടരുന്നുണ്ട്. സഹോദരി, ഈ സംഭവത്തെക്കുറിച്ച് പിന്നീട് ആരോടെങ്കിലും പങ്കുവെച്ചുവോ? ഇല്ല, ഞാൻ ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞിട്ടില്ല ഇക്കാര്യം. പിന്നെ അന്നേരം പരാതിപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയാ, പേടിയുണ്ടായിരുന്നു. ഈ എങ്ങനത്തെ ആളുകളാണ് ഒന്നും അറിയില്ല, അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു ധൈര്യമുണ്ട്, കാരണം പെൺകുട്ടികൾ വരുന്നുണ്ട്, മുന്നിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് കൂടെ ഉണ്ടെന്ന് പറയുന്നു, പിണറായി സഖാവ് കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനിപ്പം മുന്നോട്ട് വന്നത്. ആ സമയവും സാഹചര്യവും ഒന്നുകൂടി പറയാമോ? ഒരു റേപ്പിന്റെ വക്കിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു, ഒരു ബലപ്രയോഗം നടന്നുവല്ലേ ആ സമയത്ത്? ആ സമയത്ത് ആള് ഈ ഒരു സീൻ അഭിനയിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ബെഡിലോട്ട് കിടത്തുന്നതും അതുപോലെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യണ്ടേ, അത് പറയാനാണല്ലോ വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യൂ, റൂമിലോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല സാർ, റൂമിലോട്ട് പൊക്കോളൂ, ഞാൻ പിന്നെ ഒരിക്കൽ പറയാം, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉറപ്പാണോ എന്ന് ചോദിച്ചിട്ട് ആള് പിന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഈ സംവിധായകനെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ ഈ കഥ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുൻപോ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ആരും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നവ്യ നായരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളെ വിളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, ലൗഡ് സ്പീക്കറിലും അല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന്റെ കഥകളും ഇദ്ദേഹത്തിന്റെ പ്രതിഭയൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയാണ് ഈ കഥയുമായി സമീപിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആളെൻ്റെ ത്രെഡ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെയാണ് ആളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ത്രെഡല്ല, ഞാൻ കഥയായാലും ഞാൻ അയച്ചു തരാം സാർ, എപ്പോൾ ട്രിവാൻഡ്രത്ത് എവിടെ നിന്നാണോ കൊച്ചിയിൽ വരുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം, കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ആൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നമുക്ക് കൊല്ലത്ത് വെച്ച് തന്നെ കാണണം, അല്ലെങ്കിൽ ഞാൻ വേറെ മീറ്റിങ്സും കാര്യങ്ങളുമായിട്ട് മുംബൈ അവിടെ ഇവിടെയൊക്കെ പോകും, അതുകൊണ്ട് കുറേ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ അതുവരെ പറഞ്ഞു, ഞാൻ സ്റ്റോറി അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് വായിച്ചിട്ട് സാറിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ പോരെ എന്നുള്ള രീതിക്കും സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, എനിക്ക് ത്രെഡ് ഇഷ്ടമായി, കഥ നമുക്ക് സിനിമയാക്കാം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഈ സമയമൊക്കെ ഇപ്പോഴും കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിലേക്ക് എത്തുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അന്നത്തെ സമയം, സാഹചര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായി തന്നെ അറിയിക്കാൻ പര്യാപ്തമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് അന്നത്തെ ആ ഡേറ്റ് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ. 2022 ഏപ്രിൽ 5-ാം തീയതിയാണ്, 4-ാം തീയതി രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. 4-ാം തീയതി രാത്രിയിലാണല്ലേ? അതെ. ഈ നിങ്ങൾ സംഭാഷണം നടത്തുന്ന സമയത്ത് തന്നെ ഈ പിന്നീട് ഒരു വേള ഈ കഥ കേൾക്കുന്നു, പിന്നീട് അത് നിർത്തിവെക്കാൻ പറയുന്നു, പിന്നീട് മോശം ദുരനുഭവങ്ങളിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു സമീപനം തന്നെ മാറുകയാണ്. വളരെ അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? അതെ, കാരണം കഥ കേൾക്കാൻ ആളുടെ ഒരു ഭാഗത്ത് നിന്ന് മോശം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയും വലിയൊരു ഡയറക്ടറാണ്, അത്രയും സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ക്ലൂ പോലും നമുക്ക് ഫോണിൽ കൂടെ ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംസാരിച്ചപ്പോഴോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് കഥ പറഞ്ഞു തുടങ്ങിയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് കഥയല്ല, നമുക്ക് ഫിലിം ആക്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കടക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. ഈ പ്രബലരായ ആളുകളാണ് ഇപ്പോൾ ഓരോരുത്തരായി ഇങ്ങനെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ ചുഴിയിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയാണോ എന്ന തോന്നൽ സഹോദരിക്കുമുണ്ടോ? സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സിനിമ എന്നല്ല എല്ലാ ഫീൽഡിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഒരാളെ പറഞ്ഞു പറ്റിക്കരുത്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ കഥ സിനിമയാക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുവാണ്, അല്ലെങ്കിൽ ഒരു വാഗ്ദാനം തന്നിട്ട് അവസാനം അത് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാവുന്നത്, അത് മോശമാണ്. അതുണ്ടാവരുത് ഒരിക്കലും. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാം. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ഒരിക്കലും ഒരു നല്ല കലാകാരന് യോജിക്കുന്ന ഒരു കാര്യമല്ല.
സിനിമാ ലോകത്ത് അടച്ചാക്ഷേപിക്കില്ല, അതിൽ നല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ രണ്ടര വർഷം കഴിഞ്ഞു, അല്ലെ 2 വർഷത്തോളം ആകുന്നു. ഇതിന് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഇക്കാര്യം ഒന്ന് തുറന്ന് പറയണമെന്ന് തോന്നിയിരുന്നോ? ഞാനത് അപ്പം തന്നെ തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ എനിക്ക് സിനിമയിൽ ഞാൻ ആദ്യമാണ്. അത് മാത്രമല്ല, എനിക്ക് വേറെ ഗോഡ് ഫാദറോ ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആള് സോറി പറഞ്ഞു, അപ്പോൾ ഞാൻ അവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ധൈര്യം വന്നത് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ വന്നത്. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി, ഇങ്ങനെ നടക്കുന്നുണ്ട് സിനിമാ ലോകത്ത് എന്ന് അറിയിക്കണമെന്ന് തോന്നി, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും? തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ പരാതി കിട്ടി, സ്വാഭാവികമായും നാളെ മറ്റന്നാളോ ഒക്കെ വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിഡൻസ് എല്ലാം തന്നെ നൽകി ശിക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കാണ്. അതെ അതെ. ഈ പൊതുസമൂഹത്തിന്റെ ഒക്കെ ഒരു പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ, കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും പൊതുസമൂഹത്തിന്റെയൊക്കെ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്തുണ ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല. എന്തായാലും സത്യം എവിടെയായാലും തെളിയിക്കപ്പെടുമല്ലോ. അപ്പോൾ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ.